ഹായ് ഹലോ വെൽക്കം ടു എ ചാനൽ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ചെയ്തെടുക്കുന്നത്. ഇഫ്താറിന് സ്നാക്സ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊരു ട്രേയിലേക്ക് നമ്മൾ കുറച്ച് 3 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലൊരു ബാറ്ററാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ഒന്നങ്ങനെ മിക്സിയിൽ പൊടിച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി റെഡിയാക്കി എടുത്തിട്ടോ. ഏകദേശം ഒരു 3-4 ബ്രെഡ് എടുത്തിട്ടൊന്നിങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ബാറ്ററിലേക്കൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒരു ബാറ്റർ കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നന്നായിട്ടൊന്ന് കവറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ ആ ഒരു 3 പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ബ്രെഡ് ക്രംസിലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് കൈ നനഞ്ഞിരിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ശരിക്കും അതിലേക്ക് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കഴുകിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ടൊന്നിങ്ങനെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പഴവും ഇതുപോലെ ഈ ഒരു മൈദയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡും അതുപോലെ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാൻ ശേഷം നമ്മൾ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞൊരു 3-4 മിനിറ്റ് ആയി കഴിയുന്ന സമയത്ത് നമ്മളൊന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ഒരു ഹൈ ടു അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മളിതുപോലെ തിരിച്ചു മറിച്ച് വിട്ടെടുത്ത് 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം നമ്മൾ മുക്കി പൊരിക്കാറുണ്ടല്ലോ പഴം പൊരിച്ച പോലെ, അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവാത്ത നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ പഴത്തിൻ്റെ ഒരു മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്.